മൂസാ നബി അലൈഹി ഇസ്ലാം ഒരിക്കൽ അള്ളാഹുവോട് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവെ, എനിക്ക് നിന്നെ ഓർക്കുവാനും അതോടുകൂടി എന്നോട് പ്രാർത്ഥിക്കുവാനും എനിക്ക് പ്രത്യേകമായ ഒരു ദിക്ർ നീ എനിക്ക് പറഞ്ഞു തരണമേ. യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാം ഉദ്ദേശിച്ചത് ഇതുവരെ ആർക്കും നൽകാത്ത ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിക്ർ മൂസാ നബിക്ക് നൽകണമെന്നുള്ളതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൂസ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറയുക. ഇത് കേട്ടപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അള്ളാഹുവേ, ഇത് നിന്റെ അടിയാന്മാരെല്ലാം പറയുന്ന സാധാരണയായി ദിക്ർ ചെല്ലുന്ന ഒരു ദിക്റാണല്ലോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടിയായി കൊണ്ട് പറഞ്ഞു, മൂസ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ അതൊരു ത്രാസിലും ആകാശവും ഭൂമിയും അത് അവയ്ക്കിടയിലുള്ളതും അല്ലാഹു ഒഴിച്ച് ബാക്കിയെല്ലാം മറ്റൊരു ത്രാസിലും വെച്ചാലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ത്രാസിനെ ഖനം തൂങ്ങുകയുള്ളൂ എന്ന് അല്ലാഹു മൂസാ നബി അലൈഹി ഇസ്ലാമിയെ പഠിപ്പിക്കുകയുണ്ടായി. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിന്റെ മഹത്വം നമുക്ക് വരച്ചു കാണിക്കുന്നു എന്നുള്ളതാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിന്റെ താക്കോൽ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. നമ്മൾ മനോഹരമായ വീട് കെട്ടിപ്പടുക്കുകയും അതിൽ എല്ലാ മനോഹരമായിട്ടുള്ള വസ്തുക്കൾ എല്ലാം നിറക്കുകയും ചെയ്തതിനു ശേഷം ആ വീട് തുറക്കുവാൻ വേണ്ടി പോകുമ്പോൾ അതിന്റെ താക്കോൽ നഷ്ടപ്പെട്ടാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ ബാക്കി എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ ഒരു തുറവി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ പെർഫെക്റ്റും കറക്റ്റുമായിരിക്കണം. ഇത് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന്റെ ഒരു ആവർത്തനമായി കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രഖ്യാപനമായി കൊണ്ടാണ് നാം ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത്. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തരുന്നു. അഥവാ അല്ലാഹുവേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് മാത്രമല്ല, വൈബിയായ നിലയിൽ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്നുള്ളതാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ച് അത് മരണം വരെ നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് മരിക്കാൻ നമുക്ക് സൗഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ നാളെ സ്വർഗത്തിന്റെ അവകാശികളായി തീരും എന്നാണ് വിശുദ്ധ ഖുർആനും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്.